ഉണ്ട്. പലതും പറയണപ്പോ ഞാൻ കേട്ടു. ഈ ഗ്യാങ് മുമ്പിൽ പോവും, ഷെയ്ക്ക് നിർത്തിപ്പോവും, ഭാവി ഇല്ലാണ്ടാവുന്നൊക്കെ പറയുന്നവരോട് ഷെയ്ക്ക് മുന്നേ പറഞ്ഞ പോലെ ഇവിടുന്ന് ആരും എവിടെയും പോകാൻ പോലുള്ള ആരുമില്ലെങ്കിലും ഇത് ഒരു വാശിയായിട്ട് തന്നെ കണക്കാക്കിക്കോ. ഇതെന്തായാലും നമ്മള് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആക്കാൻ ഉണ്ടല്ലോ അവരുണ്ട്. അത് നമ്മളൊരിക്കലും താന്നു കൊടുത്തിട്ട് അങ്ങനെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചവിട്ടി മേലെ കയറാന്നുള്ളൊരു തോന്നല് അതിന് നടക്കും. ഷെയ്ക്ക് എവിടെയും പോവില്ല, മനസ്സിലായോ? കുറച്ച് 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 സാധനങ്ങൾ വരാണ്ട്, വെയിറ്റ് ചെയ്യ്. ടൈം ആയിട്ടില്ല, മനസ്സിലായോ? എന്താണ് ഉസ്മാൻ? PR ഇതൊക്കെ എന്ത് PR ആടാ? ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഏതോ പേജ്, സാധാ പേജാണ്. വി വാണ്ട് മുട്ടമണി പ്ലേസ് തരാം. ജെ എടാ അത് പറഞ്ഞപ്പോഴാ ഇന്നലെ മാക്കിനെ അടിച്ചറ TDMല്. അയ്യേ, എന്റെ കരിയർ എൻഡിങ് ആയിരുന്നു ഇന്നലെ. ചാറ്റ് അടിച്ചോളൂ അതെയോ? അല്ലല്ല, സത്യം പറയാലോ, ഇന്നലെ എന്റെ മൂഡങ്ങ് പോയി. സീരിയസ്ലി, ഞാൻ ആദ്യത്തെ റൗണ്ട് മാക്ക് 20ഉം ഞാൻ 16 17 എന്തോ. പിന്നെ രണ്ടാമത്തെ കളി ഞാൻ ജയിച്ചു. മൂന്നാമത്തെ ബെസ്റ്റ് ഓഫ് 3 പറഞ്ഞാണ്ട് മാക്കിനെ കളിച്ചതാ. മാക്ക് ഇതേമാതിരി 15 11 10 അങ്ങനെ എന്തിനോ തോറ്റടാ. എന്റെ മൂടേ പോയി. ഉമ്മാരെ VC ഇരുന്ന് എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണം, അതാണ്. സ്പാം ഡിലീറ്റ് 5 അവിടെ നിങ്ങളങ്ങനെ പറയില്ല. ഞാൻ വിട്ടുകൊടുത്ത, സത്യം പറഞ്ഞ മാക്കിന് ഒരു കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് കരുതി കണ്ട് വിട്ടുകൊടുത്തതാണ്. പിന്നെടാ ഞാൻ പറയട്ടെ, ഇതിന്റെ DPI ഒക്കെ നോക്കാം. DPI ഇത്ര DPI വന്നിട്ട് കളിക്കാൻ പറ്റൂല ഇത്ര. ഞാൻ എവിടെ എന്റെ DPI പോയാ ഉണ്ടോ? ഇതിന്റെ 1500 DPI. ഇവനൊക്കെ അങ്ങനെയല്ല, ഞാൻ മൗസ് ഇതാ ഇപ്പൊ ഇങ്ങനെ മൗസ് ഇത്ര ഉള്ളതുണ്ടെങ്കിൽ ഞാൻ ഇത്ര ഒരു സ്പേസിലേ ഞാൻ മൗസ് അളക്കുള്ളൂ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും TDMനൊക്കെ ഇത്ര. മറ്റോലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നീക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അത്രയെങ്കിലും നിൽക്കും, മനസ്സിലായോ? ഞാൻ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു ഇതിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അത് മാറ്റണം, റെഡിയാക്കണം. കുറച്ച് തിരക്കായതുകൊണ്ട് ഇപ്പൊ ഇതിമക്ക് ഇരിക്കാൻ ടൈം കിട്ടില്ല. മാക്കാണെങ്കിൽ ഇപ്പം PD-യിലും എല്ലായിടത്തും മാക്കാണ്. നല്ലതാട്ടോ മാക്ക്, ഇംപ്രൂവ്ഡ് ലോട്ട്. ശരിക്കും ഇവനൊന്ന് നോക്കി വെച്ചോ, പേര് മെക്സസ്. ഇതെന്താ കാണില്ലല്ലോ എന്നിട്ട് ടോക്കിയോ മെക്സൺ. ബഫാ? എന്ത് ബഫാണ്? പോടാ ചുമ്മാ. ചോദിക്കേ, തൊപ്പിയെ നക്കി വ്യൂസ് ഉണ്ടാക്കിയ പോലെ VH ആയിട്ട് വരല്ലേ കേട്ടോ, അടിച്ച് വായി കിട്ടും. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സാംസുലേക്ക് 134. നീ എന്തായാലും പപ്പടല്ല, വേറെ ഏതോ ഒരു ചെറിയ കുണ്ണയാണ്, കൊച്ചു കുണ്ണയാണ്, മനസ്സിലായ? ഇതിൻ്റെ അടുത്തൊന്നും ഒന്നും പറയാനില്ല. PR അതാ PR ഞാൻ ഒന്നും പറയുന്നില്ല. അൾട്ടിമേറ്റ് പുച്ചായി പോവും. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഞാൻ അതിനോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ, മനസ്സിലായോ? കാരണം ഞാനും അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവനൊരു ഞാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ വാട്ടവർ എന്തൊക്കെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കും അവൻ എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ടാണ്, അത്രേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നക്കി വ്യൂസ് ഉണ്ടാക്കിയാണോ, ഞാൻ പൈസ കൊടുത്ത് വ്യൂസ് ഉണ്ടാക്കിയാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റിൽ ഈ ഒരു ടൈം 11:15, അപ്പോൾ വന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ.
ഈ ഒരു 2000 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ കാണണം എന്ന് എഴുതിയിരിക്കണത് ഇത് ഞാനായിട്ട് ഇവരെ ഇത് സെപ്പറേറ്റ് ബിൽഡാക്കിയതാണ്, മനസ്സിലായോ? അത് എവിടുന്ന് വന്നതാണെന്നുള്ള ഒറിജിൻ എവിടെ നിന്നാണെന്നുള്ളതിലല്ല കാര്യം, എവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതിലെ കാര്യം. സ്റ്റിൽ ഇവരാണ് ഇത്ര പേര് ഇവിടെ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സാണ് ഇത് കണ്ടാൽ മതി എന്നുള്ളത്, മനസ്സിലായി? അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, വേറെ രീതിക്ക് പോവും. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ. 144 സാംസുലേക്ക്, മനസ്സിലായാ? കൊച്ചുകൂടിനൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നാണ്, ഇറങ്ങി പോടാക്കുണ്ടേ. അപ്പുറത്തില്ലാത്ത ആൾക്കാരെ, അപ്പുറത്തുള്ള ആൾക്കാർക്ക് പോലും ഇപ്പൊ പ്രശ്നമല്ല. അപ്പൊ ഒന്നും നമ്മൾ ആരോട് ഇപ്പൊ ഈ പറയണേ ആരാടെ ട്രിഗർ ആക്കാൻ പറഞ്ഞിട്ട് വന്നേ? മറ്റേ ഈ പറയുന്ന അവിടെയുള്ള രാജുഭായിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കും ബീച്ചിലുള്ള ഒരുത്തരും ഇപ്പം നിലവിൽ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ല. ഇപ്പൊ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോണത്. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നീ അവിടുത്തെ ആളും അല്ല ഇവിടുത്തെ ആളും അല്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കുറച്ച് കുണ്ണാളാണ്, അതാണ്. കൂടുതൽ പറഞ്ഞ അത് അഹങ്കാരാവും. അതെ, ഞാൻ ഒന്നും പറയണില്ല, മനസ്സിലായോ? ആരാ നിന്റെ? നിനക്ക് എവിടെ ഓറുണ്ടാ? നിനക്ക് ഇറങ്ങല്ലേ മന്തിക്ക് വേണ്ടിട്ട്? ഇല്ല അത് വെറുതെ മാക്കിനെ പിടിച്ച് മന്തി ഉണ്ടാക്കിയത്. അതൊന്നുമില്ല, അത് വേറെ ബോസ്. വേറൊരു പ്രശ്നം പറ്റിയ ബോസേ, ഞാന് വരാന്തയില് കയറുന്ന ക്ലാസ്സില് വരാന്തയിൽ ഇരിക്കായിരുന്നു ക്ലാസ്സിൽ. പനിയായിട്ട് 2 ദിവസം പോയില്ലല്ലോ. അതിന് മുന്നത്തെ ദിവസം വരാന്തയിൽ കയറുന്ന ക്ലാസ്സിന്റെ വരാന്തയിൽ കയറുന്നു എന്ന് വെച്ചാ ക്ലാസ്സിന്റെ പുറത്ത്. അപ്പേ ഒരു കൊച്ചില്ലേ, ഒരു പെങ്കൊച്ച് ഇങ്ങനെ കൈ ചൂണ്ടിട്ട് വിളിച്ച്. അപ്പൊ എന്റെ ബാക്കിൽ എന്റെ കൂട്ടുകാരും നിക്കണ്ട്, ഏതൊക്കെ പെൺപിള്ളേര് നിക്കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച്, ഞാൻ ചെന്ന് കഴിഞ്ഞപ്പേ അയ്യോ അന്നെയല്ല വിളിച്ചെന്ന് പറഞ്ഞ് നിന്നെ. അതാണ് ഞാൻ ഇനി എന്തെങ്കിലും മിണ്ടാണ്ട് തിരിച്ചു കടന്നു കഴിഞ്ഞാ കൂട്ടുകാരെല്ലാവരും കളിയാക്കും. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആകെ നാറും. ഞാൻ എന്താ ചെയ്യേണ്ടതായി പോയി. അല്ലെങ്കിൽ നീ എന്താ ഒരു പെൺകുട്ടി വിളിക്കുമ്പോ എനിക്ക് തിരിയാൻ പാടുണ്ടോ? നിന്നെ ഒരു പെൺകുട്ടി വിളിക്കാൻ മാത്രമുള്ള ഒരു എന്താ പറയാ ഇതൊന്നും ഇല്ല ഉസ്മാനെ, നീ മനസ്സിലായോ? അല്ല, എന്നെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ നിന്നെ എന്താ വിളിക്കല് സ്കൂളില്? ഉസ്മാനെന്നോ? ഇല്ല, ചുണ്ടലിന്ന് തന്നെ കൂടെ വിളിക്കല്. നിന്നെ സ്കൂളിൽ ചുണ്ടലിന്നാണോ വിളിക്കല്? സ്കൂളിലെന്ന് പറഞ്ഞ അത് ഉണ്ടല്ലോ ഈ ചെറുപ്പത്തിലേ. അയ്യേ, ഇവൻ എന്താണ്? അതല്ല ഞാൻ പറയാ, ചെറുപ്പത്തില് ഉറങ്ങുമ്പോ പാറ്റ വെക്കലുണ്ടോ നിങ്ങളെ? പാറ്റേ? പാറ്റ ചുണ്ടത്ത് വെക്കോ? പാറ്റ ചുണ്ടത്ത് വെക്കുക എന്താണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ചോദിച്ചറിയാ. ഏബൽ ചുണ്ടലി, സത്യം. അതെ, പാറ്റ വെക്കും, പാറ്റ വെക്കും ചുണ്ടത്ത്. പാറ്റ നിക്കാന്നോ? എന്താ ചോദിച്ചു നോക്കിയ ചാറ്റിലെടുത്ത് പാറ്റ നക്കോന്ന്. ഐ എം രാജുഭായ് ഗൈസ്നോ. കണ്ടോ സാംസുലേക്ക് 134 കണ്ടോ? അപ്പൊ ഇനി രാജുഭായിന്റെ തലയിൽ കിടാൻ വേണ്ടിയാണ്ട് വന്നേ. എടാ കൊച്ചുകുണ്ണി ഇറങ്ങി പോടാ പൊളിച്ച് മനസ്സാറ്റെന്ന്. എന്താണ് പറഞ്ഞേ? പാറ്റ വെക്കും നമ്മളെ ചുണ്ടത്ത് ചെറുപ്പത്തില് ഉറങ്ങുമ്പോ, ചെറിയ പിള്ളേരുടെ ചുണ്ടത്ത്. അത് ചുമയുടെ മരുന്ന് ഈ പാറ്റയില്ലേ, അത് ജീവുള്ള പാറ്റനെ. അതന്നെ. മറ്റേ ചുമയുടെ മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ അത് ഇവിടെ ഒന്ന് നക്കും. അപ്പൊ എന്റെ ഇപ്പം നക്കായിരുന്നു. അവസാനം എന്റെ ചുണ്ടലിന്ന് വരും, ചുണ്ടൊക്കെ ഇങ്ങനെ വലുതായിട്ട് ഇരിക്കുവായിരുന്നു ചുമന്നിട്ട്. ഇതൊക്കെ ഏതാളെ ഇത് യൂണിവേഴ്സ്? ഞാൻ ഇതൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇങ്ങനെ മലപ്പുറം അങ്ങനെ ഒന്നും ഇല്ല. നമ്മളെ ഞാനൊന്നും ഇങ്ങനത്തെ കേട്ടിട്ട് പോലും ഇല്ല. പാറ്റയൊക്കെ നക്കും ചുണ്ടത്ത്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതൊന്നും അറിയില്ല ബോസിന്. നീയാണപ്പൊ കോക്രോച്ചിന്റെ മറ്റേ ഇന്ത്യയിലെ അതിന്റെയൊക്കെ ഹെഡ് നീയാണോ? അപ്പൊ പെരുമ്പാവൂര് ചുണ്ടലി വേണ്ട അതൊന്നും വലിച്ചെറില്ലേ. ഏത് യൂണിവേഴ്സ് എനിക്കറിയില്ല. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കാം, ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ. ജാനം കൊള്ളൂല ഗൈസ്, കൊള്ളൂല. അത് ഞാൻ പറഞ്ഞില്ലേ, കേട്ട പാട്ട് വീണ്ടും കേട്ടാ റിഗ്രറ്റ് അടിക്കും. പറഞ്ഞു പൊടപ്പുണ്ടേ വീശിന്ന് എന്നെ കളിയാക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു കൊച്ചു കൊണ്ടു വേറെ ഊക്കി ജീവിച്ചത്. ഇസ്മായിൽ ലൈവോ എന്തുവാ? സ്ക്രീൻ ഷെയർ ചെയ്തോ? അയ്യേ
എന്താ എന്താടാ ഇവന് വയ്യേ അളകിയവന് മുടിയൊക്കെ എന്താ ഇങ്ങനെ ഇട്ടാണ്? എടാ ഇവനൊരു കുഴപ്പമില്ലായിരുന്നല്ലടാ. മണ്ടനായിട്ടോ മോനെ ആ അതാ ഞാനും അല്ലേക്കണം. മണ്ടനായണെന്ത് റീലിട്ടോ അതിന്റെ ആണോ? എനിക്കറിയില്ല അതെന്താ ബാക്കടിക്ക് അറിയുന്നവരുണ്ട്. അടാ ഇവനെ വീസി വിളിച്ചാണ്. ഇവനൊക്കെ ഞാൻ പറയട്ടെ കഴിച്ച് പാതിരാക്കായ ഇവൻ ലൈവാണെന്ന് അറിയാതെ വിളിച്ചാണത്. പെണ്ണ് കിട്ടി ചെക്കേന്നാ ബ്രോ. ഞാൻ യൂട്യൂബിലൊന്നല്ല, സ്റ്റോറി എടാ ഇതല്ല ആരാളിയാ സ്റ്റോറി ഡിലീറ്റ് ആക്കണായിരുന്നു. ഓ കണ്ടുവെച്ചണ് റക്കൻ. നാളെ തൊട്ട് ഒമേഗലയിലേക്കാര ഇവനെ നോക്കണേ ഗൈസ്. ഇവനെ റക്കനെ ഒമേഗലയിൽ നാളെ തൊട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ടാഗ് ചെയ്യണേ എന്റെ DC-ല്. ഒറ്റുന്നടാ ഇവന്റെ എല്ലാം എന്തിന് ലോട്ടറി ഇട്ട് എങ്ങനെ ഇരിക്കും? പോയി കയ്യിന്ന് പോയി ഗൈസ്. ഇസ്മായിൽ പോയി. ഇസ്മായിൽ is no more part of us. നിങ്ങളല്ലേ ഇത്? എടാ അത് ഇന്റെ തിരിച്ചിരുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനാണ് ഓടുന്നത്. കണ്ടോ ഇത് കാണുന്നുണ്ടോ നിങ്ങക്ക്? എന്റെ ഈ ചെയറിന്റെ ബാക്കിൽ ഞാനാണ്. കണ്ടോ അത് എന്റെ കില്ല് കിട്ടണ്ടിടാ. കണ്ടോ ഞാൻ പുട്ടറണ്ടോ വേറെ പോയേ ഉണ്ണേ. വിളിക്കുന്നു അവിടെ ഇരിക്കട്ടെ. പെണ്ണ് കിട്ടാതെ കിട്ടുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ? മറ്റേ നമുക്ക് അങ്ങനെ W പക്ഷെ അവസരം കിട്ടൂല എക്സിലൊന്നും. അതാ പ്രശ്നം. അത് 7 ഇത് കൊള്ളാട്ടാ അല്ലേ വണ്ടി അല്ലേ? മൃഗം മിന്നൽ ഷെയ്ക്ക് ഒമേഗളെ കയറുന്ന. ഞാൻ ഒമേഗളെ കയറിയ ഗൈസ് കുലുങ്ങും ഒമേഗളെ. അതുകൊണ്ട് ഞാൻ കേറൂല. ഇല്ലടാ എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ എന്താ പറയാ അല്ല അങ്ങനെയല്ല. അത് ഞാന് എന്റെ ഫുൾ കൈവേ എടുക്കൂല ഒമേഗളെ കയറി. അതാ പ്രശ്നം. ഇത് മാരിന്റെന്ന് കൊണ്ടുവന്നാണോ? ഇത് ഞമ്മള് ഓൾറെഡി ഇതാക്കി തരുന്നല്ലോ. MRGക്ക് വണ്ടി കണ്ട് അടിച്ചിരുന്ന സെയിം വണ്ടിയായിരുന്നു ഈ സാധനം. ഹലോ എന്താടാ ഇസ്മായിലെ പരിപാടി? എന്താണ് ലൈവിൽ എന്താ പരിപാടി? ഞാൻ ഡാൻസ് കളിക്കായിരുന്നു. ഡാൻസിന്റെ പർപ്പസ് എന്തായിരുന്നു? അല്ല ഒന്നുമില്ല. സ്റ്റിൽ സിംഗിൾ. സിംഗിളോ? സിംഗിളോ? ഇസ്മായിലെ പെണ്ണിനെ നമ്പീന ഊമ്പീനാണ് മനസ്സിലായോ? ഇല്ല അനുഭവം ഉണ്ടല്ലോ. ഞാൻ പറയണ്ടല്ലോ എന്റെ അടുത്ത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇല്ലല്ല വേണ്ട. എന്തിനാ അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യമില്ല. ഇല്ല ആരും ഇല്ല. അധികം മനക്കോട്ട കെട്ടണ്ട മനസ്സിലായോ? ഇല്ല എന്ത് മരക്കോട്ട? ഞാൻ ഒരു കോട്ടയും കെട്ടില്ല. താജ്മഹൽ എന്തായാലും മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിൽ ഇറങ്ങി പോടാ കൂട്ട വീസിന്ന്. എന്റെ താജ്മഹൽ ഇതെന്താ തല? എന്താ തല?
തലപതി ആ ആ, ഞാൻ മാക്കിനൊക്കെ കൊടുത്ത് ആ അത് കണ്ട 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 എന്റെ നോക്കിയ പേര് ഇതാരാ ടുർക്കോ ടർബോ ആണത് ലക്യൂസുമാനാ അതാരാ പിന്നെ ലക്യൂസുമാൻ പിന്നെ ബോട്ടാണ് ആ പിന്നെ ആ കൊടുത്ത് ഞാൻ ഇത് വേണോ എന്ത് റെക്കോർഡ് വേണോ എന്ത് റെക്കോർഡ് അല്ല ഇന്ന് രാത്രി ഒരു 1v കളിക്കണം കേട്ടോ അയ്യേ നിന്റെ പരാ ആ ഇല്ല എന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും ഞാൻ അങ്ങനെ നൂബുകളൊപ്പം കളിക്കാറില്ല ബ്രോ മാക്കിന്റെ ഒപ്പം തോറ്റെങ്കി എന്റെ ഒപ്പം വലിയ difference. അയ്യേ മാക്കിന്റെ പെപ്പ് തോറ്റ് മാക്കിനെ ഞാൻ തോറ്റ് കൊടുത്ത് മാക്കിനെ ഞാൻ വിളിച്ചു നോക്ക് ആ തോറ്റ് കൊടുത്ത് അതല്ലേ ആ പറയാൻ പറ്റുള്ളൂ ബോസിന് വെക്ക് ടുമോറോ കാണാം റിക്രൂട്ട്മെന്റ് ഉണ്ടോ റിക്രൂട്ട്മെന്റ് അല്ല ഗൈസ് ഞാൻ നാളെ മേ ബി ഞാൻ പറഞ്ഞേ ചിലപ്പോ ഒരു സസ്പെൻസ് ഒരു സർപ്രൈസ് ഞങ്ങൾക്ക് തരും നാളെ ഉറപ്പിക്കണ്ട ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി ഇടും എടാ ഞാൻ വന്നുള്ള എല്ലാ വാറിനും പിക്ക് എടുത്തിട്ടേ പോയിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയത് ഏത് വാർ നിങ്ങൾ എടുത്ത് നോക്കിയതില്ല ഒരു 3-4 പിക്കിന് എടുക്കാതെ ഞാൻ പോകത്തില്ല. എനിക്ക് എന്തോ എനിക്ക് അത് വാശിയാണ്. പപ്പടല്ലേ പപ്പടം വരുന്ന വാറിന് പിക്ക് എടുക്കും പക്ഷെ എല്ലാ വാറിനും വരൂല അതാ പ്രശ്നം ഒരു ഈ 6 മണിയായ 6 മണിയായ 4 പിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് കൊല്ലണ ആള് ആദ്യത്തെ തവണ തന്നെ കൊന്നാലാ ഒറ്റ പിക്ക് ഇട്ടില്ലല്ലോ അപ്പൊ എന്ത് ചുണ്ടലി ഈ മുണ്ടായിരുന്നാടാ കുണ്ണെ ഈസിയിൽ ഡെഫിൻ അടിച്ചു കൂടി ഞാൻ നിന്നെ ചില സമയത്ത് നീ ചോദിക്കുന്നത് നിനക്ക് പോലും മനസ്സിലാവില്ല ഉസ്മാനെ നീ എന്താ ചോദിക്കുന്നത് പപ്പൊക്കെ പെയ്ഡ് പിയാറാണ് എല്ലാരും എന്നൊക്കെ ആയിട്ട് ലൈവിൽ 1v1 കളിക്കുന്നു അല്ലല്ലേ എന്റെ ഒന്ന് റെഡി ആക്കാണ്ട് ബ്രോ എന്റെ DP ഒന്ന് സെറ്റ് ആക്കാണ്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ തിരിച്ചു വരും ഞാൻ ഇപ്പൊ കുറേ ദിവസമായിട്ട് എനിക്ക് ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ ടൈമില്ല മാക്ക് സ്റ്റിൽ സത്യം പറയാം മാക്ക് ഇപ്പൊ ഞാൻ ഇതൊക്കെ തമാശയും കളിയൊക്കെ വിടുക ഞാൻ ഓപ്പൺ ആയിട്ട് PR-ന് വേണ്ടിയിട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല സീരിയസ് ആയിട്ട് പറയാം മാക്ക് ഇപ്പം ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് സീരിയസ്ലി കാരണം അവൻ PD-യിലും ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ലൈവ് ഇരുന്നിട്ടും ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് രാവിലെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഉച്ചക്കും PD-യിലും അവൻ കയറുന്നുണ്ട് എല്ലാ സിറ്റുവേഷനിലും അവൻ കയറിയിട്ട് അവൻ വേണമെന്ന് വെച്ചിട്ട് അത്രയും ട്രൈ ഹാർഡ് ചെയ്താണ്ട് അവൻ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് അതിന്റെ റിസൾട്ട് അവനുണ്ട് സീരിയസ്ലി പറയാം പേടിയാ ഇത് പേടിയാടാ ഇത് ടു ബി ഫ്രാങ്ക് ഞാൻ പറയാ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മാക്ക് പഴയ കളിയൊന്നും അല്ല മാക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയിക്കണം വി വാണ്ട് ഷേക്ക് വേഴ്സസ് ഉസ്മാൻ 1v1 1v1 വേണോ ഫ്ലഫിനെ ഇപ്പൊ കിട്ടലില്ല എപ്പോഴും BC-ലോ അതിലൊന്നും കിട്ടലില്ല വെൽക്കം ടു 1v1 ഫാമിലി ഉസ്മാനായിട്ട് 1v1 കളി മാനായിട്ട് 1v1 കളി നീ തന്നെ ആയിരിക്കും അതിൽ ചാറ്റിൽ ഇട്ടാണ്ട് നീ തന്നെ കളിക്കുന്നതായിരിക്കും അല്ലേ ഞാൻ കേട്ടിട്ടൊന്നുമില്ല എന്താ ഹിയർ വി ഗോ സെക്കൻഡ് റിക്രൂട്ട് ബിലാലിന്റെ പേരെന്നാ തീരടാ 3 ദിവസം വരെ ഇല്ലേ ബിലാലിന്റെ പേരെന്നാ തീരാ പെയ്ഡ് കമ്മിങ്ങോ ഇതോ ഇത് ഞാനൊന്നല്ല T47 നൾ ആസ് RG7 നൾ നള്ള എന്ത് പോവാടാ ആകെ വരിക എന്തിനാ VC-ല് അസ്സലാമലൈക്കും ഇത് പറയാനാണോ വരിക VC-ല് ഞാൻ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോവും പിന്നെ അവനെ കാണൂല പിന്നെ അടുത്ത് അന്ന് വൈകുന്നേരം എപ്പോഴും വരുതേമാര് സലാം വലൈക്കും എന്ന് പറയും പിന്നെ ഒരു സലാം മടക്കി കൊടുത്താൽ അങ്ങനെ ആ വൈക്ക് പോകും അതൊക്കെ അവൻ ആകെ പറയുള്ളൂ മാക്സിമം ഭയങ്കര പുതിങ്ങ എൻഡിങ് പാർട്ട് വാസ് ഇതാരാ സാത്താനോ ഓടിക്കല്ലേ സാത്താൻ വണ്ടി ഒന്നും അല്ലത് ഇതാരാ ഇത് നീയല്ലേ ഇത് അത് ഞാൻ ഇതാരാ അത് ഏതോ ഒരു കുണ്ണ അത് വെക്കൊന്ന് എന്താണ് ഉസ്മാനെ അയ്യേ വാണട്ടോ ടർബോ ടർബോ എന്തിന് വാണ് എല്ലായിടത്തും തുപ്പാണല്ലോടാ ഇവന് ആ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി എസ്സാ പറയണേന്ന് വെച്ചിരുന്ന് വന്നതാർന്ന് ഇനി ആട്ടുണ്ടെന്ന് തോന്നുന്നതാണ് ഞാനിങ്ങോട്ടുണ്ട് ഒരു ചാടി ചത്തായി ഇവൻ എടാ ഭാഷ കൊന്നതാടാ അതിനെ അത് നോക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാടി ആ പെണ്ണ് നോ പറഞ്ഞു ചാടി ആത്മഹത്യ ചെയ്താണ് നേരിട്ടത് തള്ളിയിട്ട് കൊന്നതാ
ഞാൻ കേട്ടില്ലട്ടാ. ഇത് നോക്ക് ഭാഷ നടക്കാൻ ഇടിച്ചിട്ടാടാ ചുട്ടാർപ്പിയോ എനിക്കറിയില്ല പഠിച്ചത്. We go our fifth recruitment. ബെല്ലാരി റേ ആസ് RG. ഞാൻ മുത്തേ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടാവില്ല. ഓൾറെഡി ഞാൻ ഇന്നലെ ഭയങ്കര സ്ലീപ്പി ആയിക്കാണ്ടാണ് കയറുന്നത്. ഭയങ്കര ഓൾറെഡി ബസ്സിൽ ടയേർഡ് ആയിക്കാണ്ടൊക്കെ വന്ന് സ്ലീപ്പി ആയിക്കാണ്ടാണ് ഞാൻ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ എന്തായാലും അവിടെ നിന്ന് തീരൂലെന്ന് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ ഇത് റിക്രൂട്ട്മെന്റ് വിളിക്കണല്ലോ എന്ന് കരുതി ഞാൻ ബസ്സിനാണ് പോകുന്നത് കോഴിക്കോട്ട് നിന്നിട്ട് നാട്ടിലേക്ക്. വേറെ ഓപ്ഷൻ ഇല്ല. ഫാമിലി ഫുള്ള് വണ്ടിയിട്ട് പോയിട്ട് പിന്നെ ഞാൻ ഓരഞ്ഞ് ഇതാക്കണ്ട ആരെങ്കിലും അറിയാവുന്നവരിങ്ങനെ ആരും അറിയണല്ലോ. പറയണ കേക്ക് അതൊന്നല്ല. ഞാൻ സ്ലീപ്പി ആയിട്ട് വന്ന് എന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഞാൻ പൊതുവെ റിക്രൂട്ട് എടുക്കുമ്പോൾ എനിക്ക് അറിയാലോ ഏത് പ്ലേയേഴ്സാണ് ഏത് ഗാംഗിലൊക്കെ കളിച്ച് എനിക്കെല്ലാം ഓൾമോസ്റ്റ് എല്ലാം അറിയും. അപ്പം ഞാൻ എവിടെയും നോക്കിക്കാണ്ടോ ഇതാക്കിക്കാണ്ടോ ഒന്നല്ല ഞാൻ ഇത്ര കാലം ഞാൻ റിക്രൂട്ട് വിളിച്ചത്. ഇന്നലെ ഈ ചാർലി ഷെയ്ക്ക് ഓർഡർ ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞാണ്ട് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ റിനുവിനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ EVX ഓസ്കാരി അങ്ങനെയാണ് ഞാൻ വിളിക്കാനൊക്കെ കരുതിയത്. എൻ്റെ മൈൻഡിൽ അതേന്. എന്നിട്ട് ഇത് എഴുതിയിരുന്നത് എന്താണ് ബെല്ലാരി റിനു W അങ്ങനെ ഇതൊക്കെ 1 by 1 എഴുതി തന്നു. അപ്പം ഞാനാണെങ്കിൽ ഇതിൽ പോയിക്കോട്ടോ. ഇതിൽ എൻ്റെ വേണ്ട എൻ്റെ കണ്ണ് പോണണ്ട. ഇത് രണ്ടിൻ്റെ കണ്ണ് ഫോണൊക്കെ പോണത്. ഇത് ഞാൻ നോക്കി വായിക്കുന്ന പോലെടാ. എനിക്ക് ആകെ ഒരു സാറ്റിസ്ഫൈഡ് ആവാത്തൊരു കോളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞത്. അതെന്താ ഇനി എഴുതിങ്ങാണ്ടുള്ള പരിപാടിയൊന്നും ഇല്ല. ഈ ചാറിനെ പറഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ ഇന്നലെ അറിയാതെ എൻ്റെ ടങ് സ്ലിപ്പ് ആയിക്കാണ്ട് ഞാൻ എറൻ്റെ പേര് വായിച്ചു ചെയ്തു. ഞാനിങ്ങനെ വാട്സപ്പ് ഇങ്ങനെ ഓണാക്കുന്ന ചാറ്റ് ഒക്കെ കണ്ട് ഞാൻ സത്യം പറയാം ഇന്നലെ ഭയങ്കര ഒരു പൊട്ടനായി കണ്ട ഞാൻ ഇന്നലെ നിന്ന്. കമ്പയർ ചെയ്യുമ്പോ എന്തായാലും മെച്ചാണ്. ഇതെന്താ ഇത് എല്ലാം ഇത് തന്നെ റിക്രൂട്ട്മെന്റ് വീഡിയോ മാത്രമേ ഉള്ളൂ. ഇതെന്താ என் பேரு சரவணன். எனக்கு இன்னொரு பேர் இருக்கு. ഞാൻ പറയട്ടെ ഇങ്ങനെ എനിക്കൊരു സാധനം ഓർക്കാണ്ട് എനിക്കും ഇതെന്താടാ കഴിഞ്ഞു. അത് അത്രേ ഉള്ളൂ. ഇതാരാ ഇത് ഭാഷ ഗോഡ് നോക്കട്ടെ ഗോഡാണിത്. ഞാൻ കണ്ടല്ലോ ബൂസ് കണ്ടോ? പിന്നെ ഓന്റെ ഫോട്ടോ ഇടക്കൊണ്ട് സ്കൂളിൽ വരാറുണ്ടല്ലോ. അനിയനാ അയ്യോ ചെറിയ ചെക്കനാണെടാ. അയ്യോ പപ്പു ചട്ടിട്ട് ഇതെന്താടാ ഫാമിലി മൊത്തം സ്കൂബേ? അല്ല ഇത് അനിയൻ കാണിക്കണോ? ഇവന്താ കണ്ണട വെച്ചോണ്ട് കാണിക്കണുണ്ടാലും ഇവനാടാ നാശാക്കുന്നത്. കുട്ടികളെല്ലാം നാശാക്കുന്നവനാന്ന് മനസ്സിലായോ? അതെ സത്യം. ഇതെന്താ മൈൻക്രാഫ്റ്റിലല്ല? മൈൻക്രാഫ്റ്റിൽ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതെന്താ? ഇത് ഇപ്പുറത്തെ സാധനമാണോ ഇത്? വരുമ്പോ ഇങ്ങനെ വരും മനസ്സിലായോ ബോസിന്? ഈ മണലെല്ലാം കൂടി നിലത്തോട്ട് വരുമ്പോ ഫോട്ടോ ആയിട്ട് വരും. അങ്ങനെയാണോ അത്? എങ്ങനെയാടാ? എങ്ങനെ എനിക്കറിയാവുന്നല്ലേ ഞാൻ. അതെ ചാറ്റിന്റെ അങ്ങനെയാണോ? അതെ അത് തന്നെയാണ്. അങ്ങനെയല്ല പക്ഷെ സത്യം പറയട്ടെ ആ നോ കേൾക്കുമ്പോ എനിക്ക് എന്താ അറിയില്ലടാ ഒരു സന്തോഷം വരിക. അതാ കുട്ടിയുടെ ശബ്ദം കാരണം നല്ല. അതല്ല അതുകൊണ്ട് മാത്രല്ല ഇവന് ഇത് പുയിക്ക് നോക്കടാ. ഇത് മറ്റാനല്ലേ വീഡിയോ?
ടുട്ട് ലീഡർ അയക്കൂ. എന്താണ് സാറിന് സെർച്ച് ചെയ്യുന്നുണ്ടോ സാറേ? എന്താ സാറേ ഇൻവെന്ററി ഓപ്പൺ ചെയ്യില്ല? ഇൻവെന്ററി അടയ്ക്കും സാറേ. സാറിന്റെ സാറേ ഇൻവെന്ററി ഓപ്പൺ ചെയ്യില്ല ഇടയ്ക്ക്. സാറിന്റെ പിസ്റ്റൾ എടുത്തു, സാറിന്റെ ഇല്ലീഗൽ ഹീലിങ്സ് എടുത്തു. തക്കായിന്റെ ഒച്ചയാണല്ലോ അവിടെ നിന്ന് കേൾക്കണേ. ഒന്നും ഇല്ല. സാറൊന്ന് വിരൽ വെച്ചേ സാറേ. സാറേ പിസ്റ്റലൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് വിരൽ വെച്ച് വിരൽ വെച്ച് വിരൽ വെച്ച്. ആ ഫാബ്രിക് ഇതിലെവിടെ അവന്റെ അയക്കൂ? ഇതിൽ ഓൾറെഡി പോയില്ലോ, തോക്കുണ്ടേല്ല. മണ്ടനാണോ ഇത്? എന്തായാലും എന്താ അയക്കുള്ളത്? അതൊക്കെ എന്താ ഇങ്ങോട്ടേക്കാ ടൂർബോ എല്ലാവർക്കും 2 മിനിറ്റ് ഇപ്പൊ മരനുള്ളിൽ ടുട്ടുള്ള എടാ റക്ക. നാളെ മുതൽ ടുട്ടിന്റെ വീഡിയോ ഒന്നും ഇതിലിടരുതേ. ഇതൊക്കെ എടുത്ത് കളയണത്. ഞാൻ പുതിയ VC ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ നിൽക്കാം. മാരൊരു ടുട്ട് നോക്കിയാലും ടുട്ടാണ്. ഇതെന്താ ഭാഷ ടുട്ട് കയറിയാ? ഹലോ മിസ്റ്റർ ദിഗോഡ്. ഇവൻ എനിക്ക് വലിയൊരു ഭീഷണിയായിരിക്കും ഗൈസ്. ഇവൻ ഈ കൊച്ചുകുണ്ണ ഇവൻ എന്റെ ഗ്യാങ്ങിലെ പ്ലേയേഴ്സിനെ ഫുള്ള് ഇവൻ ഇവനൊക്കെ So you would like to join Tut, right? Yes, I like to join. എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? ടുട്ട് ചൂസ് ചെയ്തത് എനിക്ക് പണ്ടേ കൊച്ചു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്, അറിയാലോ. അത് കായ മനസ്സിലായ. ഇത് ഇത് അത് മറ്റത് അതിനെ പോയതാണ്. പിള്ളേരുടെ സോഫ്റ്റ് അല്ല 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 കൊച്ചു പിള്ളേർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ഹാർട്ട് സോഫ്റ്റ് ഹാർട്ട് എടാ സോഫ്റ്റ് ഹാർട്ടഡ് സോഫ്റ്റ് ഹാർട്ടഡ് എടാ സോഫ്റ്റ് ഹാർട്ടഡ്. ഇന്റർവ്യൂ 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 എടാ സോഫ്റ്റ് ഹാർട്ടഡ് സോഫ്റ്റ് ഹാർട്ടഡ് എടാ സോഫ്റ്റ് ഹാർട്ടഡ് സോഫ്റ്റ് ഹാർട്ടഡ്. കളിയാടാ യുവന്മാർക്ക് എല്ലാം. ഇത് എന്തൊരു കഷ്ടാന്ന് നോക്കടാ. സിറ്റി കയറ കഴപ്പ് തന്നെ അല്ലേ യുവന്മാർക്ക് എല്ലാവർക്കും. ഇന്ന് ഫുഡ് കഴിക്കാൻ പാണ്ടിക്കാട് മഷൂൽ വന്നിരുന്നില്ലേന്നാ സിനാനെ? വന്നിനി. ഇത് കൊടുത്താ DC അല്ലടാ. DC നോക്കാൻ പറയട്ടെ. ടുട്ടന്നെ ഉള്ളു. ടുട്ട് പോസ്കോ ടീം. അതന്നെ അതന്നെ അതന്നെ. അവിടെ അങ്ങനെ പോവാമോ? വണ്ടി എങ്ങനെയും അവള് എവിടെ? അവള് എടാ പുണ്ടച്ചി മോനെ എന്തിനാണ് കളിക്കാൻ വന്നെ മൈര കളിക്കാനേ? അത് ഞാൻ ഉണ്ടല്ലോ മോസ. അത് ഇവൻ എന്തോ വലിയ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് ഇവൻ കൊറേ നേരം വട്ടം കറക്കി അവസാനം എന്നെ കൊന്ന്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ. നീ എന്താ വിളിച്ചപ്പോ? ഞാൻ എന്തോ വിളിച്ചെന്തോ തെറിയാന്ന് തോന്നണ. എന്തോ വിളിച്ച് ഇവ 1 മണിക്കൂറില്ല തോന്നണെന്നാ എന്തോ വിളിച്ച്. അല്ല തെറിയാണ്. ഇവ 1 മണിക്കൂർ തന്നെ വട്ടം കറക്കിച്ച് പോസ. ഇവന്റിന് കൊണ്ടുപോയിട്ട് പറ്റിച്ച് ആകെ. നിനക്ക് എല്ലാത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവൂലേ ഉസ്മാനെ? കാരണം ഉണ്ടെന്ന് വെച്ചാ ഇവൻ കാരണല്ലേ. സിറ്റി കേറുവാ. ഇത് വലിയ കഷ്ടായില്ല. എത്ര എളുപ്പം ആ കൊച്ചുകൂടിനെ അത് മാറ്റിയത് അറിയോ? ആ വിഷയം ടോപ്പിക്ക് നിന്റെ അടുത്തൊന്നും ഒന്നും പറയാൻ കഴിയൂല ഗൈസ്. ഇവരെല്ലാം മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉമ്മാരുടെ അടുത്ത് എല്ലാം. മനസ്സിലായോ? ടാക്കിൾ ചെയ്ത് കണ്ടോ എന്നെ? എവിടെ ഇതില് കുറച്ചല്ലേ ഇതിന്റെ IP? സിറ്റി പോയോ? ഇതാണോ? ഞാൻ